കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നൊരു കാര്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. അതാണ് ആദ്യം വരുന്നത്. അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നൊരു കാര്യം വരുന്നത് ലാസ്റ്റ് ഒരു ഓപ്ഷനായിട്ടാണ് നമുക്ക് വരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് രണ്ട് വൃക്കകൾക്കും പ്രശ്നം വന്ന് ക്രിയാറ്റിൻ കൂടി ഇനി അത് ഇറിവേഴ്സിബിൾ ആയിട്ട് വരുമ്പോഴാണ് ഈ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് വരുന്നത്. അത് പോകുന്നത് തന്നെ ആ പേഷ്യൻറ്റിന് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് അത് വേറൊരു വൃക്ക എടുത്ത് ഫങ്ഷൻ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് ഓത്തറൈസേഷൻ കമ്മിറ്റിയുടെ ക്ലിയറൻസും കൂടിയാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഒരു കിഡ്നി പ്രശ്നം വന്നാൽ മറ്റേ കിഡ്നി നോർമൽ ആണെങ്കിൽ അത് ഇതിലേക്കൊന്നും എത്തത്തില്ല. ഒരു കിഡ്നി മതി ത്രൂ ഔട്ട് ലൈഫിൽ പോകാനായിട്ട്. ഇപ്പം രണ്ട് വൃക്കയ്ക്കും കൂടെ പ്രശ്നം വരുമ്പോഴാണ് അത് പല കാരണം വരാം. സ്റ്റോൺ വരാം, കിഡ്നിക്കുള്ള പ്രോബ്ലങ്ങൾ വരാം, ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ ഇപ്പം ഈയിടെയായിട്ട് പ്രശ്നങ്ങൾ വരുന്നതാണ്. ഫസ്റ്റ് നിൽക്കുന്നതാണ് ഡയബറ്റീസ്, പിന്നെ ഹൈപ്പർ ടെൻഷൻ. ഈ രണ്ട് കാര്യങ്ങളും മിക്ക ആൾക്കാർക്കും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യില്ല, അത് വിട്ടുകളയും. ചില പേഷ്യൻസ് ട്രാൻസ്പ്ലാന്റ് റിലേറ്റഡ് അല്ല, ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ സാധാരണ ഒരു മൂത്രത്തിൽ പഴുപ്പായിട്ടായിരിക്കും വരുന്നത്. ചോദിച്ചു വരുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഷുഗർ ഉണ്ടോ ഡോക്ടറെ, നോക്കിയിട്ടുണ്ടോ? ഞാൻ 2-3 മാസം മുമ്പ് നോക്കി, ചെറിയ വ്യത്യാസമുണ്ട്, എങ്ങനെയൊക്കെയുണ്ട്, ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. വേണ്ട, നമുക്കത് പിന്നെ നോക്കിക്കോളാം. അപ്പം ഞങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ HbA1c 10, ഷുഗർ 250-300 നിൽക്കും. അപ്പം ഈ ഒരു കാര്യം മതി കിഡ്നീനെ പതുക്കെ എഫക്റ്റ് ചെയ്യാനായിട്ട്. അപ്പം കിഡ്നീനെ ബാധിക്കുന്ന കാര്യങ്ങൾ വളരെ നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ ഇതിലേക്കൊക്കെ പോവാതെ അവോയ്ഡ് ചെയ്യാം. ഒരു നിവൃത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം കിഡ്നി ഫെയിലിയർ ആയവർക്ക് ഡയാലിസിസ് ആണ് അതിനൊരു ഓപ്ഷൻ. ഡയാലിസിസിൽ നിൽക്കുമ്പോൾ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ഇതാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സക്സസ്ഫുൾ ആകുമ്പോൾ ദേ ക്യാൻ ഗോ ബാക്ക് ടു ദെയർ നോർമൽ ലൈഫ് വിത്തിൻ 3 months. അപ്പോൾ ദാറ്റ് ഈസ് റിയലി ഗുഡ്. അത് ആവശ്യമുള്ളവർക്ക് മാത്രം.